ഒരു തുകയ്ക്ക് 5% നിരക്കിൽ 2 വർഷത്തേക്ക് 410 രൂപ കൂട്ടുപലിശ ലഭിക്കുന്നു. ഇതേ തുകയ്ക്ക് ഇതേ നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശ കാണുക. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത ഒരേ തുകയുണ്ട്. ഇപ്പോൾ ആദ്യം ഒരു തുക എന്ന് പറഞ്ഞു, ഇതേ തുക. അപ്പോൾ നിക്ഷേപിക്കുന്ന തുക തുല്യമാണ്. പിന്നെ 5% നിരക്ക് ഇതേ നിരക്കിൽ, അപ്പോൾ പലിശ നിരക്ക് തുല്യമാണ്. ഒരേ തുകയാണ്, പലിശ നിരക്ക് തുല്യമാണ്. പിന്നെ 2 വർഷം എന്ന് പറയുന്നു, 2 വർഷം, അപ്പോൾ 2 വർഷമായിരിക്കും. ഇതൊന്നും മാറ്റില്ല. പിന്നെന്താണ്, നമ്മൾ നിക്ഷേപിക്കുന്ന രീതി മാത്രം മാറുന്നു. ആദ്യം നിക്ഷേപിക്കുന്നത് കൂട്ടുപലിശ സമ്പ്രദായത്തിൽ, പിന്നീട് നിക്ഷേപിക്കുന്നത് സാധാരണ പലിശ സമ്പ്രദായത്തിൽ. അപ്പോൾ ഇതിൽ നമുക്ക് കൂട്ടുപലിശ സമ്പ്രദായത്തിൽ നിക്ഷേപിക്കുമ്പോൾ എത്ര കൂട്ടുപലിശ കിട്ടുന്നു എന്ന് പറയുന്നുണ്ട്. അതേ രീതിയിൽ എന്ത് കാണണം, സാധാരണ പലിശ എത്ര രൂപ കിട്ടുമെന്ന് അറിയണം. അപ്പോൾ ഇങ്ങനൊരു ചോദ്യത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്യമാണിത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത് ഒരേ തുകയായിരിക്കണം, ഒരേ നിരക്കായിരിക്കണം. അതുപോലെ വർഷം ഉണ്ടല്ലോ, അത് 2 വർഷം തന്നെ ആയിരിക്കണം. വർഷം തുല്യമായിരിക്കണം. അത് മാത്രം പോരാ, 2 വർഷമായിരിക്കണം. അപ്പോൾ സാധാരണ പലിശ കൂട്ടുപലിശ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂത്രവാക്യമാണിത്. CI എന്ന് പറഞ്ഞാൽ കൂട്ടുപലിശ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. SI സിമ്പിൾ ഇൻട്രസ്റ്റ്, സാധാരണ പലിശ. പിന്നെ R പലിശ നിരക്ക്, ഇതിൽ വില കൊടുക്കുക. CI കൂട്ടുപലിശ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 410 സമം R പലിശ നിരക്ക് എത്രയാണ്? 5. അപ്പോൾ 5 പ്ലസ് സൂത്രവാക്യത്തിൽ 200, അതുപോലെ 2 ഇൻറ്റു SI നമുക്കറിയില്ല, സാധാരണ പലിശ കാണണം, ബൈ സൂത്രവാക്യത്തിൽ 200. അപ്പോൾ 410 സമം 5ഉം 200ഉം കൂട്ടി 205 ബൈ 200 ഇൻറ്റു SI. നമുക്ക് ഇന്ന് SI കാണുമ്പോൾ SIൻ്റെ കൂടെ എന്തുള്ളത്? ഇൻറ്റു 205 ബൈ 200. അത് സമത്തിൻ്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകണം. SI കാണണമെങ്കിൽ SIൻ്റെ കൂടെ ഇൻറ്റു 205 ബൈ 200 സമത്തിൻ്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്താവും, ഇത് തിരിച്ചിടണം നമ്മൾ, അതായത് റെസിപ്രോക്കൽ ഇടണം. ഇതിൻ്റെ വിക്രമം 205 ബൈ 200 എന്നുള്ളത് തിരിച്ചിടണം. അപ്പോൾ SI സമം ഇവിടെ എന്തുണ്ട്? 410 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിക്രമം തിരിച്ചിടുക, 200 ബൈ 205. ഈ 205ഉം 410ഉം വെട്ടുമ്പോൾ നമുക്ക് മോഡ് 2 ഇടാം. 205 ഇൻറ്റു 2, ഇതിനെ 2 കൊണ്ട് കുടിച്ചാൽ 410 കിട്ടും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും വെട്ടി മോഡ് 2 ഇടാം. ആ 2 ഇൻറ്റു 200, ഉത്തരം 400 രൂപയാണ് എന്ത്? സാധാരണ പലിശ.